ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ? ഇതുപോലത്തെ കുപ്പികളൊന്നും കിട്ടിയ കളയണ്ട കേട്ടോ. ഇതിനകത്ത് മണി പ്ലാന്റ് പല ചെടികളും വയ്ക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് മണി പ്ലാന്റാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ വെള്ളം വാങ്ങിക്കുന്ന കുപ്പികളുണ്ടല്ലോ, അതൊന്നും കളയേണ്ട കാര്യമില്ല. അതിൻ്റെ ലേബലും കളയേണ്ട. അപ്പോൾ ഒരു ഇച്ചിരി ബലം കിട്ടും. അപ്പോൾ ഒരു 10-12 ബോട്ടിൽ ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഴയതായിപ്പോയി. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് പുതിയ കുപ്പി ശേഖരിച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 10 കുപ്പി ഇതുപോലെ ഞാൻ എടുത്തിട്ട് ഹോളിട്ടിട്ട് ചെടി വയ്ക്കാൻ പാകത്തിനുള്ള ഹോളും ഇട്ടതിന് ശേഷം ചെടികൾ ഇതിനകത്തേക്ക് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിറക്കി കുറച്ച് മണി പ്ലാന്റ്സൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതിനകത്തേക്ക് നടാം. എന്നിട്ട് നമ്മുടെ ആ ബാൽക്കണിയുടെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി. ഞാൻ ഇതിനു മുമ്പ് വെച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ കുറേ കഴിയുമ്പോൾ ഒരു വർഷത്തോളമായി ഞാനത് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ പഴയതായപ്പം എടുത്ത് മാറ്റിയിട്ട് പുതിയ കുപ്പിയിലേക്ക് അത് ചെയ്തേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ പിടിപ്പിച്ച ശേഷം ഇതുപോലെ എടുത്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഓരോ കുപ്പിയും ഞാൻ ഇതുപോലെ ഇതിനകത്ത് ഈ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാണകപ്പൊടി, മണൽ, പിന്നെ ഈ മുട്ടത്തൊണ്ടൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഈ കരിയില ഒക്കെ കൂടി പൊടിച്ച് ആ ഒരു മിക്സാണ് ഇതിനകത്ത് നിറച്ചേക്കുന്നത് കേട്ടോ. ഇതിന് അധികം വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പല വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റാണ് ഞാൻ ഇതിനകത്ത് നട്ടേക്കുന്നത് കേട്ടോ. ഇതുപോലെ കുപ്പി ഹോളൊക്കെ ഇട്ട് മണ്ണൊക്കെ നിറച്ച് നമുക്ക് ഒത്തിരി പാടാണെങ്കിലും നല്ല ഭംഗിയത് നിറച്ച് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കണ കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. ഇങ്ങനെ ഓരോന്നും ഇതുപോലെ എടുത്തിട്ട് എല്ലാത്തിനും വേര് വന്നതാട്ടോ. ചിലതിന് മാത്രമേ ഞാൻ മുറിച്ച് നട്ടിട്ടുള്ളൂ, തികയാണ്ട് വന്നപ്പം. അപ്പം മണ്ണിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്ത് അങ്ങനെ ഓരോ കുപ്പിയിൽ ഇതുപോലെ നിറച്ച് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കാണാം. ഇത് 2 ബോട്ടിലും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട്
കണ്ട് ഇതുപോലെ ഹോളിട്ട് ഞാൻ വെച്ചിരുന്നതാണ്. ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ കത്തി ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കണ്ട് ഇതുപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ്, മിക്സ് ചെയ്ത മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ കണ്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ചെടി കൂടെ ബാക്കി വന്നതുകൊണ്ട് ഞാനത് ചെയ്ത കേട്ടോ. മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. വെള്ളം കൂടി ഒഴിച്ചിട്ട് ബാക്കി ചെടിയും കൂടി നടാം. ഓക്കെ. അപ്പോൾ ഒരുവിധമൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തേട്ടോ. മുഴുവനും ഒരു 12-13 കുപ്പിയോളം ഉണ്ട്. ഫുള്ളങ്ങ് നനച്ചിട്ട് ഞാൻ എടുത്ത് വയ്ക്കുകയാണ് ചെയ്ത്. ഒന്നും കൂടി നനച്ചു കൊടുത്തോണ്ട് ഒന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ബാൽക്കണിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് കൂടുതലും, ഈ മണി പ്ലാന്റാണ് കൂടുതലുള്ളത്. നേരത്തെയൊക്കെ എനിക്ക് റോസ് ഒത്തിരി ഉണ്ടായിരുന്നു, പിന്നെ എല്ലാം കൂടി എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഈ മണി പ്ലാന്റ് തന്നെ ശരിക്കും കെയർ ചെയ്യുക. ഇതുപോലെ ഓരോ ബോട്ടിലിൽ ഒരു ചെറിയ ചെറിയ ഇതിലൊക്കെ വെച്ചിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്ത് ഞാൻ എല്ലാം ബാൽക്കണിയിലേക്ക് എടുത്ത് വെച്ചിട്ടാണ്. ഇനിയൊരു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ചെടികളുടെ തന്നെ നോക്കട്ടെ. മറ്റുള്ള ചെടികൾ ഇതുപോലെ റീപ്ലാന്റ് ചെയ്യണമെന്നുണ്ട്. അതൊക്കെ നോക്കി ഓരോന്നോരോന്ന് ചെയ്യണം ഓരോ ദിവസവും. പിന്നെ യൂട്യൂബിൻ്റെ ഇതും കൂടി ഉള്ളതുകൊണ്ട് എനിക്കെല്ലാം കൂടി അങ്ങ് കിട്ടുന്നില്ല സമയം. ചെടികൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഞാൻ ചെടികൾക്ക് ഏത് ചെടി എവിടെ നിന്ന് കൊണ്ടുവന്നാലും ഞാനത് പിടിപ്പിച്ചെടുക്കും എങ്ങനെയായാലും. പക്ഷേ ഇപ്പം ഞാൻ ഈ മണി പ്ലാന്റിനോടാണ് എനിക്ക് കൂടുതൽ. അത് നന്നായിട്ട് അധികം വെള്ളം ഇടയ്ക്ക് എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.